മൊഡ്യൂൾ 1 പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് കോഡ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ഹൈപ്പർബോള എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അതായത് ഇത് ഹൈപ്പർബോളയുടെ കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പോയിന്റിൽ നിന്ന് ഈ ഹൈപ്പർബോളയിലേക്ക് രണ്ട് ടാൻജൻസ് വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ടാൻജൻസും ഹൈപ്പർബോളയിൽ പോയിട്ട് ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ, അതിനാണ് കോഡ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ആ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് പി എന്നെടുക്കാം. ഓക്കെ, ഇത് പി, അതിൻ്റെ കോർഡിനേറ്റ്സ് x1 y1. ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ക്യു ആർ എന്നെടുക്കാം. ഇത് ക്യു, അതിൻ്റെ x2 y2 കോർഡിനേറ്റ്സ്. ഈ പോയിൻ്റ് ആർ, അതിൻ്റെ കോർഡിനേറ്റ്സ് x3 y3. അപ്പോൾ പി എന്നുള്ള പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് പോയി ഹൈപ്പർബോളയിലേക്ക് ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സിൽ കൂടി വരക്കുന്ന ലൈനാണ് കോഡ് ഓഫ് കോണ്ടാക്റ്റ്. അത് ക്യു ആർ ആണ്. നമുക്കറിയാവുന്ന കാര്യം എന്താ, ലൈൻ പി ക്യു കൺസിഡർ ചെയ്യാം. ലൈൻ പി ക്യു എന്നുള്ളത് ഹൈപ്പർബോളയിലേക്കുള്ളൊരു ടാൻജൻ്റ് ആണ്. ഓക്കെ, സോ ലൈൻ പി ക്യു എന്നുള്ളത് x2 y2 എന്നുള്ള പോയിന്റിലുള്ള ടാൻജൻ്റ് ആണ് പി ക്യു. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, അതായത് x1 y1 എന്നുള്ള പോയിന്റിലുള്ള ടാൻജൻ്റ് ഇക്വേഷൻ x1 ബൈ എ സ്ക്വയർ പ്ലസ് y1 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ്. x1 y1ലുള്ള ടാൻജൻ്റ് ഇക്വേഷൻ x1 ബൈ എ സ്ക്വയർ പ്ലസ് y1 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ക്യൂ എന്നുള്ളത് x2 y2 എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് പി ക്യൂ എന്താണ്? x1 y1 പകരം x2 y2. അപ്പോൾ ഇക്വേഷൻ x2 ബൈ എ സ്ക്വയർ പ്ലസ് അല്ല, മൈനസ് ആണ്. ഹൈപ്പർബോള വരുമ്പോൾ ഇക്വേഷൻ മൈനസ് ആയിരിക്കും. എലിപ്സിനാണ് പ്ലസ് വരുന്നത്. x2 ബൈ എ സ്ക്വയർ മൈനസ് y2 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് പി ക്യു എന്നുള്ള ലൈൻ്റെ ഇക്വേഷൻ. പക്ഷേ ഈ പി ക്യു എന്നുള്ള ഈ ലൈൻ ഏത് പോയിന്റിൽ കൂടിയും പാസ് ചെയ്യുന്നുണ്ട്? x1 y1 എന്നുള്ള ഈ പോയിന്റിൽ കൂടിയും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ x1 y1 ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സിന് പകരം x1 എന്ന് കൊടുക്കാം, വൈക്ക് പകരം y1 എന്ന് കൊടുക്കാം. സിൻസ് പി ക്യു പാസ് ത്രൂ x1 y1, നമുക്ക് എന്താ എഴുതാം? എക്സിന് ഒരു x1 കൊടുക്കുക. x1 x2 ബൈ എ സ്ക്വയർ മൈനസ് y1 y2 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ഇതുപോലെ തന്നെ പി ആർ എന്നുള്ള ലൈൻ കൺസിഡർ ചെയ്യുക. ഈ ലൈൻ എന്നുള്ളത് x3 y3 എന്നുള്ള പോയിന്റിലെ ടാൻജൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? അപ്പോൾ ഈ x1 വെച്ച് പറഞ്ഞേ x3 y3യിലാവുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ x3 ബൈ എ സ്ക്വയർ മൈനസ് y3 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് പി ആർ എന്താണ്? x3 ബൈ എ സ്ക്വയർ മൈനസ് y3 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് പി ആറിൻ്റെ ഇക്വേഷൻ. പി ആറും ഇവിടെ കൂടി പാസ് ചെയ്യുന്നുണ്ട്, പി കൂടി x1 y1 കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? x1ഉം x1 വൈക്ക് പകരം y1 കൊടുക്കാം.
PR pass through the point x1 y1. So നമുക്ക് എന്ത് എഴുതാം? x1 x3 by a square minus y1 y3 by b square equal to 1. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി, ഈ ഒരു ഇക്വേഷനും ഈ ഇക്വേഷനും. നമ്മളൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാൻ പോകണം. Consider the equation x1 by a square minus y1 by b square equal to 1. ഈ ഇക്വേഷനാണ് നമ്മളുടെ ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റ്. ഓക്കെ, കോഡ് ഓഫ് കോണ്ടാക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റ് RQൻ്റെ ഇക്വേഷനാണ് ഇത് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇക്വേഷൻ ആവുന്നത് എന്ന് വെച്ചാൽ, ഈ QR പാസ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? x2 y2 x3 y3. അത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിന് പകരം x2ഉം വൈക്ക് പകരം y2ഉം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ എക്സിന് x3യും വൈക്ക് y3യും കൊടുത്താൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനും ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ ഈ ലൈൻ, ഈ സ്ട്രെയിറ്റ് ലൈൻ x2 y2 കൂടിയും പാസ് ചെയ്യും, x3 y3 കൂടിയും പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് ആക്ച്വലി നമുക്ക് വേണ്ട കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഇത് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുക, ഇത് ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ എഴുതുക, ഈ ഇക്വേഷൻ എഴുതുക. ദിസ് സ്ട്രെയിറ്റ് ലൈൻ passes through the points x2 y2 and x3 y3. എന്തുകൊണ്ടാണ്? ബൈ 1 and 2, 1ഉം 2ഉം കണ്ടീഷൻസ് ഉപയോഗിച്ചു. therefore the equation of the code of contact of hyperbola is equation x1 by a square minus y1 by b square equal to 1. ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, find the condition that the lines lx plus my plus n equal to 0 and l1x plus m1y plus n1 equal to 0 to be conjugate with respect to the hyperbola x square by a square minus y square by b square equal to 1. അതായത് ഈ രണ്ട് ലൈൻസ് വിത്ത് റെസ്പെക്ട് ടു ഈ ഹൈപ്പർബോള കോൺജുഗേറ്റ് ലൈൻസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കോൺജുഗേറ്റ് ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? കോൺജുഗേറ്റ് ലൈൻസ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ലൈനിൻ്റെ പോൾ രണ്ടാമത്തെ ലൈനിലും രണ്ടാമത്തെ ലൈനിൻ്റെ പോൾ ഒന്നാമത്തെ ലൈനിലും വരുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺജുഗേറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ലൈൻസ് ഉണ്ടെങ്കിൽ ഈ ലൈനിൻ്റെ പോൾ എവിടെ ആയിരിക്കണം? ഈ ലൈനിലായിരിക്കണം. അതുപോലെ ഈ ലൈനിൻ്റെ പോൾ ഈ ലൈനിലും ആയിരിക്കണം. അപ്പോൾ അതുപോലെയുള്ള രണ്ട് ലൈൻസിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്. lx plus my plus n equal to 0, ലൈൻ്റെ പോൾ വിത്ത് റെസ്പെക്ട് ടു പരാബോള എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ഹൈപ്പർബോള എന്താണ്, വിത്ത് റെസ്പെക്ട് ടു എലിപ്സ് എന്നാണ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും എഴുതാം. ആദ്യം
ഈ എൽ എക്സ് പ്ലസ് എം വൈ പ്ലസ് എൻ ഈക്വൽ ടു 0 എന്നുള്ള ലൈനിൻ്റെ പോൾ വിത്ത് റെസ്പെക്റ്റ് ടു പരാബോള വിത്ത് റെസ്പെക്റ്റ് ടു പരാബോള വരുമ്പോൾ ഇതിൻ്റെ പോൾ വരുന്നത് എൻ ബൈ എൽ കോമ മൈനസ് 2am ബൈ എൽ എന്ന. ഓക്കെ, വിത്ത് റെസ്പെക്റ്റ് ടു പരാബോള. വിത്ത് റെസ്പെക്റ്റ് ടു എലിപ്സ് ആണെങ്കിൽ ഇതിൻ്റെ പോൾ വരുന്നത് മൈനസ് എ സ്ക്വയർ എൽ ബൈ എൻ മൈനസ് ബി സ്ക്വയർ എം ബൈ എൻ. ഇതാണ് വിത്ത് റെസ്പെക്റ്റ് ടു എലിപ്സ് വരുന്ന പോൾ. ഇനി വിത്ത് റെസ്പെക്റ്റ് ടു ഹൈപ്പർബോള വരുമ്പോൾ എന്താണ് പോൾ? ഓക്കെ, പോൾ എന്നുള്ളത് ഹൈപ്പർബോളയുടെ കേസിൽ മൈനസ് എ സ്ക്വയർ എൽ ബൈ എൻ കോമ ബി സ്ക്വയർ എം ബൈ എൻ. ഇതാണ് വിത്ത് റെസ്പെക്റ്റ് ടു എലിപ്സ് വിത്ത് റെസ്പെക്റ്റ് ടു ഹൈപ്പർബോള വരുന്ന പോൾ. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെയാണ് ഈ കണ്ടീഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ലൈനുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൈൻ്റെ പോൾ ഇതാണെന്ന് എഴുതാം. ദ പോൾ ഓഫ് ദ ലൈൻ Lx plus my plus n equal to 0 with respect to the hyperbola is given by ഏതാണ് പോൾ? മൈനസ് എ സ്ക്വയർ എൽ ബൈ എൻ ബി സ്ക്വയർ എം ബൈ എൻ. ഇതാണ് വിത്ത് റെസ്പെക്റ്റ് ടു ഹൈപ്പർബോള വരുന്ന പോൾ. ഇനി ഈ ലൈൻസ് രണ്ടും കോൺജുഗേറ്റ് ആയിരിക്കണം അല്ലേ? അപ്പോൾ ലൈൻസ് രണ്ടും കോൺജുഗേറ്റ് ആവണമെങ്കിൽ ഈ പോള് ഏത് ലൈനിൽ വരണം? ഈ ഫസ്റ്റ് ലൈനിൻ്റെ എൽ എക്സ് പ്ലസ് എം വൈ പ്ലസ് എൻ ഈക്വൽ 0 എന്നുള്ള ലൈനിൻ്റെ പോളാണ് ഈ പോയിൻ്റ്. ഈ പോയിൻ്റ് ഈ രണ്ടാമത്തെ ലൈനിൽ വന്നാലേ ഈ 2 ലൈൻസും കോൺജുഗേറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് എവിടെ വരണം? L1x പ്ലസ് M1y പ്ലസ് N1 ഈക്വൽ ടു 0 എന്നുള്ള ഈ ലൈനിൽ ഈ പോയിൻ്റ് വരണം. അതായത് എക്സിന് പകരം എന്ത് കൊടുക്കണം? മൈനസ് എ സ്ക്വയർ എൽ ബൈ എന്നും കൊടുക്കണം, വൈക്ക് പകരം ബി സ്ക്വയർ എം ബൈ എന്നും കൊടുക്കണം. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ടീഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ എൽ ബൈ എൻ ആൻഡ് വൈ ഈക്വൽ ടു ബി സ്ക്വയർ എം ബൈ എൻ into the equation L1x plus M1y plus N1 equal to 0. അതായത് L1 ഇൻറ്റു എക്സ് മാറ്റിയിട്ട് മൈനസ് എ സ്ക്വയർ എൽ ബൈ എൻ പ്ലസ് M1 ഇൻറ്റു വൈ ബി സ്ക്വയർ m by n plus n1 equal to 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? താഴെ ഡിനോമിനേറ്ററിൽ n ഉണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അത് ആദ്യം എഴുതാം. അപ്പോൾ ഇവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n ക്യാൻസൽ ആയി പോകും. ബാക്കി എ സ്ക്വയർ L1 എ സ്ക്വയർ ഉണ്ട്, L ഉണ്ട്, L1 ഉണ്ട്. അപ്പോൾ മൈനസ് എ സ്ക്വയർ L1 പിന്നെ ഇവിടെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n ക്യാൻസൽ ആയി പോകും. ബാക്കി ബി സ്ക്വയർ M1 പ്ലസ് ബി സ്ക്വയർ M1 പിന്നെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ n1 ആവും പ്ലസ് n1 ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് നെഗറ്റീവ് കൊടുക്കാം. എല്ലാത്തിലും നെഗറ്റീവ്. ഇവിടെ ഫസ്റ്റ് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഈ നെഗറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് നെഗറ്റീവ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ L1 മൈനസ് ബി സ്ക്വയർ M1 മൈനസ് n1 ഈക്വൽ ടു 0. അല്ലെങ്കിൽ എ സ്ക്വയർ L1 മൈനസ് ബി സ്ക്വയർ M1 ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം n1. ഇതാണ് നമ്മൾക്ക് വേണ്ട റിക്വയർഡ് കണ്ടീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that the tangents at the extremities of a diameter
of the ellipse x square by a square plus y square by b square equal to 1 are parallel to the diameter conjugate to it. ഓക്കെ, അതായത് ഒരു എലിപ്സ് അതിൻ്റെ ഒരു ഡയാമീറ്റർ, ഈ ഡയാമീറ്ററിൻ്റെ എക്സ്ട്രിമിറ്റിയിൽ ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ഈ ടാൻജൻറ്റ് ഈ ഡയാമീറ്ററിൻ്റെ കോൺജുഗേറ്റ് ഡയാമീറ്ററിനോട് പാരലായിരിക്കും. അതായത് ഈ ടാൻജൻറ്റും ഇതിൻ്റെ കോൺജുഗേറ്റ് ഡയാമീറ്ററും തമ്മിൽ, ഇതും തമ്മിൽ പാരലായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ y ഈക്വൽ ടു എം എക്സ്, ഡയാമീറ്റേഴ്സിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഈ ഡയാമീറ്ററിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു എം എക്സ് എന്ന് കൊടുക്കാം. കോൺജുഗേറ്റ് ഡയാമീറ്ററിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു m1x എന്ന് കൊടുക്കാം. ഓക്കെ, ലെറ്റ് y ഈക്വൽ ടു mx ആൻഡ് y ഈക്വൽ ടു m1x be two conjugate diameters of the ellipse. x square by a square plus y square by b square equal to 1. അപ്പോൾ ഈ എലിപ്സിൻ്റെ രണ്ട് കോൺജുഗേറ്റ് ഡയാമീറ്റേഴ്സ് ആണ് y ഈക്വൽ ടു എം എക്സും y ഈക്വൽ ടു m1x. ഇനി ഈ y ഈക്വൽ ടു എം എക്സും y ഈക്വൽ ടു m1x കോൺജുഗേറ്റ് ഡയാമീറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്സിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? അതായത് m1m അല്ലെങ്കിൽ mm1, അതായത് സ്ലോപ്സിൻ്റെ പ്രൊഡക്റ്റ് അതെന്തായിരിക്കും? മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആയിരിക്കും. അങ്ങനൊരു കണ്ടീഷനുണ്ട്. രണ്ട് ലൈൻസ് y ഈക്വൽ ടു എം എക്സും y ഈക്വൽ ടു m1x കോൺജുഗേറ്റ് ഡയാമീറ്റേഴ്സ് ആണെങ്കിൽ m1 ഈക്വൽ ടു മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആയിരിക്കണം. ഓക്കെ, ഇനി ഈ ഒരു ടാൻജൻറ്റിൻ്റെ y ഈക്വൽ ടു എം എക്സിൻ്റെ എക്സ്ട്രിമിറ്റിയിലുള്ള ഒരു പോയിൻ്റാണ് പി x1 y1 എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ എന്താ? ഈ ലൈൻ്റെ ഇക്വേഷൻ ലെറ്റ് പി x1 y1 be a point on an extremity of the ellipse. അപ്പോൾ ഈ y ഈക്വൽ ടു എം എക്സ് x1 y1 കൂടി പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു എം എക്സ് x1 y1 കൂടി പാസ് ചെയ്യും. അതായത് y1 ഈക്വൽ ടു mx1 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ശരിക്കും ഈ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? x1 y1 കൂടി പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ x1 y1 ഉള്ള എലിപ്സിലെ പോയിൻ്റാണ്. ആ പോയിന്റിലുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? x1 ബൈ എ സ്ക്വയർ പ്ലസ് y1 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് at x1 y1 is x1 by a square plus y1 by b square equal to 1. അപ്പോൾ ഇതാണ് ഈ ലൈൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ലൈൻ്റെ ഇക്വേഷൻ നമുക്കറിയാം y ഈക്വൽ ടു m1x. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സ്ലോപ്പുകൾ സെയിം ആണെന്ന് കാണിച്ചാൽ മതി. ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താ? y ഈക്വൽ ടു m1xൻ്റെ സ്ലോപ്പ് m1 ആണ്. അപ്പോൾ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കൂടി എന്ത് ചെയ്യണം? ഇതിന് കണ്ടുപിടിക്കണം. അപ്പോൾ y ഈക്വൽ ടു mx പ്ലസ് ഈ ഫോമിലേക്ക് ഇത് മാറ്റി എഴുതുക ആദ്യം. ഓക്കെ, ഇംപ്ലൈസ് y1 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു മൈനസ് x1 ബൈ എ സ്ക്വയർ പ്ലസ് 1 എഴുതാം. ഇനി എന്ത് ചെയ്യാം? b1 എല്ലാം മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, y1 താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ y ഈക്വൽ ടു മൈനസ് x1 ബി സ്ക്വയർ ബൈ y1 എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ
y1 എന്ന് കിട്ടും. ഇപ്പോൾ ഇത് y ഈക്വൽ ടു mx പ്ലസ് ഈ ഫോമിലായി. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ത് വരും? സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് വെച്ചാൽ ഇത് y ഈക്വൽ ടു mx പ്ലസ് ഈ ഫോമിലാണ്. അപ്പോൾ എമ്മിന് വരും എന്താ ഇവിടെ ഉള്ളത്? മൈനസ് x1 b സ്ക്വയർ ബൈ y1 a സ്ക്വയർ. അതാണ് എമ്മിന് വരുള്ളത്. അപ്പോൾ സ്ലോപ്പ് എന്നുള്ളത് മൈനസ് ബി സ്ക്വയർ x1 ബൈ എ സ്ക്വയർ y1. y1 പക്ഷേ എന്താ? y1 ഈക്വൽ ടു mx1 ആണ്. അത് കൊടുക്കുക. ഈക്വൽ ടു മൈനസ് ബി സ്ക്വയർ x1 ബൈ എ സ്ക്വയർ mx1. അപ്പോൾ x1 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എം ആ വരിക. ഈ മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എം എന്താ? ഈ കണ്ടീഷൻ കണ്ടോ? ഇത് നമുക്ക് എന്ത് കിട്ടും? m1 ഈക്വൽ ടു മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എം എന്ന് കിട്ടുമല്ലോ. അപ്പോൾ മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? ആക്ച്വലി എന്താ? m1 ആണ്. ഈക്വൽ ടു m1. m1 പക്ഷേ എന്താ? m1 വെച്ചാൽ സ്ലോപ്പ് ഓഫ് കോൺജുഗേറ്റ് ഡയാമീറ്റർ ആണ്. ഇതോടെ തിയറം കംപ്ലീറ്റ് ആയി. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പും കോൺജുഗേറ്റ് ഡയാമീറ്ററിൻ്റെ സ്ലോപ്പും എന്താണ്? ഈക്വലായി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ equiconjugate diameters. Find the length of each equiconjugate diameters of the ellipse x square by a square plus y square by b square equal to 1. ഫസ്റ്റ് തന്നെ ഡിഫൈൻ equiconjugate diameters എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഡയാമീറ്റേഴ്സ് കോൺജുഗേറ്റ് ഡയാമീറ്റേഴ്സ് equiconjugate ആവണമെങ്കിൽ അത് രണ്ടും സെയിം ലെങ്ത് ആയിരിക്കണം. ഓക്കെ, so when two conjugate diameters are equal, they are called equiconjugate diameters. ഇതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം അല്ലേ? ഇപ്പോൾ ഒരു എലിപ്സ് രണ്ട് സെയിം ലെങ്ത്തുള്ള ഡയാമീറ്റേഴ്സാണ് equiconjugate ഡയാമീറ്റേഴ്സ്. അപ്പോൾ ഈ പോയിൻ്റ് ഒറിജിനാണ്. ഇത് നമുക്ക് സി എന്ന് വിളിക്കാം. ഈ പോയിൻ്റ് പി എന്നും വിളിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് പാരാമെട്രിക് കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഈ പോയിൻ്റ് എഴുതാം. ഓക്കെ, എലിപ്സിൻ്റെ പാരാമെട്രിക് ഫോം എന്താണ്? എ കോസ് തീറ്റ ബി സൈൻ തീറ്റ. അപ്പോൾ ഈ കോൺജുഗേറ്റ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഈ ടോട്ടൽ ലെങ്ത് ആണ്. ഓക്കെ, അതായത് സി പി എന്നുള്ള ലെങ്ത്തിൻ്റെ 2 ടൈംസ്. ഓക്കെ, 2 ടൈംസ് സി പി ആണ് ഫുൾ ലെങ്ത് വരുന്ന ഒരു ഡയാമീറ്ററിൻ്റെ ലെങ്ത്ത്. രണ്ട് ഡയാമീറ്ററും സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ സി പി കണ്ടുപിടിച്ച് ഇൻറ്റു 2 ചെയ്താൽ എന്ത് കിട്ടും? equiconjugate ഡയാമീറ്ററിൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ സി പി എന്ന് വെച്ചാൽ എന്താണ്? സി എന്ന് വെച്ചാൽ ഒറിജിൻ 0 0, പി എന്ന് വെച്ചാൽ എ കോസ് തീറ്റ ബി സൈൻ തീറ്റ. അപ്പോൾ സി പി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? a cos theta minus 0 whole square plus b sin theta minus 0 whole square equal to root of a square cos square theta plus b square sin square theta. ഇങ്ങനെ കിട്ടും. ഇനി തീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ,
നമുക്കറിയാം ഇത് പി ആണെന്ന് വിചാരിക്കുക, ഈ പോയിന്റ് ഡി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിയുടെ കോർഡിനേറ്റ്സ് -a സൈൻ തീറ്റ ബി കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി ഈ രണ്ട് ഡയാമീറ്റേഴ്സും ഇക്വി കോഞ്ചുഗേറ്റ് ആയതുകൊണ്ട് സി പിയും സി ഡിയും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ സി പി സ്ക്വയറും സി ഡി സ്ക്വയറും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സി പി എന്ന് വെച്ചാൽ എന്താണ്? ഈ ലെങ്ത്ത്. ഓക്കെ, റൂട്ട് ഓഫ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സി ഡി സ്ക്വയർ. സി ഡി എന്ന് വെച്ചാൽ ഈ ലെങ്ത്ത്, ഒറിജിനും മൈനസ് എ സൈൻ തീറ്റ ബി കോസ് തീറ്റ ലെങ്ത്ത്. അപ്പോൾ അവിടെയും ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇനി എന്ത് ചെയ്യുക? കോസ് സ്ക്വയർ തീറ്റ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക ഇവിടെയുള്ള. എന്നിട്ട് അതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതുക. അതുപോലെ സി സൈൻ സ്ക്വയർ തീറ്റ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ഓർ ടാൻ തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതായത് തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ഓർ തീറ്റ ഈക്വൽ ടു 135 ഡിഗ്രി ഇങ്ങനെ കിട്ടും. അപ്പോൾ തീറ്റയ്ക്ക് രണ്ട് വാല്യൂസ് കിട്ടി, 45ഉം 135ഉം. ഇനി ഇക്വേഷൻ 1 എന്താവും? ഈ റൂട്ട് ഓഫ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ തീറ്റ 45 ഡിഗ്രി വന്നാലും അല്ലെങ്കിൽ 135 ഡിഗ്രി വന്നാലും എന്തായിരിക്കും വാല്യൂ? എ സ്ക്വയർ ഇൻറ്റു സൈൻ 45 എന്താണ്? 1/√2 ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും 45 ഡിഗ്രിയിൽ എന്താ വാല്യൂ? 1/√2 ആണ്. അപ്പോൾ ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 പ്ലസ് ബി സ്ക്വയർ ബൈ 2. equal to root of a square plus b square by 2 ഇങ്ങനെ എഴുതാം. അപ്പോൾ സി പി അതുപോലെ അങ്ങനത്തെ കിട്ടിയ. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ഇക്വി കോഞ്ചുഗേറ്റ് ഡയാമീറ്റർ എന്താണ്? equal to 2 times CP equal to 2 times root of a square plus b square by 2. എന്ത് ചെയ്യുക? റൂട്ട് 2 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഓൺലി √2 വരും. √2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ഇക്വി കോഞ്ചുഗേറ്റ് ഡയാമീറ്ററിൻ്റെ ലെങ്ത്ത്.